വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്കകത്തൂടെ നോക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഫ്രണ്ട് സൈഡിലും അതിൻ്റെ റയർ സൈഡിലും ബാക്ക് സൈഡിലുമായി കാണപ്പെടുന്ന കുറേ കണക്ടറുകളെ കുറിച്ചും അവയുടെ ഉപയോഗത്തിനെ കുറിച്ചും അതേപോലെ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള വിവിധ തരം പാർട്സുകളെ കുറിച്ചും ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പി സിയുടെ ഫ്രണ്ട് സൈഡാണ്. അപ്പോൾ നമ്മളൊരു സാധാരണഗതിയിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കിയാൽ നമുക്കവിടെ രണ്ട് ഇൻഡിക്കേറ്ററുകൾ കാണാൻ കഴിയും. ഒന്ന് ഹാർഡ് ഡിസ്ക് ആക്ടിവിറ്റി ഇൻഡിക്കേറ്ററും മറ്റത് പവർ ഇൻഡിക്കേറ്ററുമാണ്. ഇനി USB കണക്റ്റേഴ്സ് ഉണ്ടാകാം, ഹെഡ്ഫോൺ മൈക്കിൻ്റെയൊക്കെ കണക്ടറുകൾ ഉണ്ടാവാം. രണ്ട് സ്വിച്ചുകൾ നിങ്ങൾ കാണപ്പെടുന്നുണ്ടാവും, ഒരു പവർ സ്വിച്ചും റീസെറ്റ് സ്വിച്ചും. അപ്പോൾ ഇതൊക്കെ എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ നോക്കിയാൽ അതിൻ്റെ മുകളിലായി നമുക്ക് ഡ്രൈവ് ബേ കാണാൻ കഴിയും. ഡ്രൈവ് ബേ എന്ന് പറയുന്നത് എ സ്റ്റാൻഡേർഡ് സൈസ്ഡ് ഏരിയ ഫോർ ആഡിങ് ഹാർഡ്വെയർ ടു എ കമ്പ്യൂട്ടർ. അതായത് ഒരു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഹാർഡ്വെയറുകൾ, അതായത് ഡ്രൈവുകൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഏരിയയെ വിളിക്കുന്ന പേരാണ് ഡ്രൈവ് ബേ. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സാധാരണഗതിയിൽ CD ഡ്രൈവോ DVD ഡ്രൈവോ ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ ആ ബേയിലേക്കാണത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ഒന്നും ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതിനെ ഒരു ക്യാപ്പ് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നതായി കാണാം. ആ പോർഷനെ വിളിക്കുന്ന പേരാണ് ഡ്രൈവ് ബേ. അപ്പോൾ സാധാരണഗതിയിൽ 5.25 ഇഞ്ചിൻ്റെയും 3.5 ഇഞ്ചിൻ്റെയും ഡ്രൈവ് ബേകൾ കാണാറുണ്ട്. നമ്മൾ 5.2 ഇഞ്ച് ഡ്രൈവ് ബേകൾ ഉപയോഗിക്കുന്നത് CD ഡ്രൈവുകൾക്കും DVD ഡ്രൈവുകൾക്കുമൊക്കെയാണ്. സാധാരണഗതിയിൽ 3.5 ഇഞ്ച് ഉപയോഗിക്കുന്നത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഫ്ലോപ്പി ഡ്രൈവുകളോ സിപ്പ് ഡ്രൈവുകളോ ഒക്കെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി സാധാരണഗതിയിലുള്ള ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ, അതായത് ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ തരത്തിലുള്ള ഹാർഡ് ഡിസ്ക് ഡ്രൈവുകളോ SSD ഒക്കെ പോലുള്ള ഡിവൈസുകളോ ഒക്കെ ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 2.5 ഇഞ്ച് ബേകളും ഇപ്പോഴുള്ള കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഹാർഡ്വെയർ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പേസ്, ഒരു ഏരിയ, അതിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈവ് ബേ എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് നോക്കിയാൽ നമുക്ക് രണ്ട് സ്വിച്ച് കാണാൻ കഴിയും അവിടെ. അതിൽ ഒന്നാമത്തെ ഒരു സ്വിച്ചാണ് പവർ സ്വിച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്വിച്ച്. അപ്പോൾ സപ്പോർട്ടിങ് ദ പവർ ഓൺ ഓഫ് ഫംഗ്ഷനാണ് സാധാരണഗതിയിൽ ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത്. എ മൊമെൻ്ററി കോണ്ടാക്ട് സ്വിച്ചാണ്. അതായത് ഈ സ്വിച്ച് നോർമലി ഇങ്ങനെ ഓപ്പൺ സ്റ്റേജിലായിരിക്കും. അപ്പോൾ നമ്മളിതിനെ ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കോണ്ടാക്റ്റ് കിട്ടും. നമ്മൾ സാധാരണഗതിയിൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ആ കോണ്ടാക്റ്റ് പെർമനൻ്റ്ലി ഇരിക്കാറാണ് സാധാരണ സ്വിച്ചിൽ പതിവ്. എന്നാൽ ഇതൊരു ജസ്റ്റ് കോണ്ടാക്റ്റ് കിട്ടത്തക്ക വിധത്തിൽ മാത്രമുള്ള, അതായത് കുറച്ച് സമയത്തേക്ക് മാത്രം, അതായത് 50 മില്ലി സെക്കൻഡിലെങ്കിലും അത് കോണ്ടാക്റ്റിൽ വന്നാൽ അവിടെ ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യുകയും പവർ സപ്ലൈ ഓൺ ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്വിച്ചുകളെ നമ്മൾ വിളിക്കുന്നത് മൊമെൻ്ററി കോണ്ടാക്റ്റ് സ്വിച്ച് എന്നാണ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള പവർ ഓൺ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു മൊമെൻ്ററി കോണ്ടാക്റ്റ് സ്വിച്ചാണ്. അപ്പോൾ നമ്മളത് പ്രസ് ചെയ്ത് റിലീസ് ചെയ്താൽ എന്ത് ചെയ്യും? നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ആവും. അതേപോലെ ഓഫ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് നോർമലി നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്നത് പോലെ ഇതൊരു 50 മില്ലി സെക്കൻഡ് കോണ്ടാക്റ്റിൽ എത്തിയാൽ നമ്മൾ അതേപോലെ ഷട്ട് ഡൗൺ ചെയ്യുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു പവർ സ്വിച്ച് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. നമ്മൾ പവർ സ്വിച്ച് പോലെ തന്നെ അതിലൊരു സ്വിച്ച് കൂടി കാണാൻ കഴിയും. അതിനെ നമ്മൾ വിളിക്കുന്നത് റീസെറ്റ് സ്വിച്ച് എന്നാണ്. അതായത് സപ്പോർട്ടിംഗ് ദ റീസെറ്റ് ഫംഗ്ഷൻ റിക്വയർസ് എ മൊമെൻ്ററി കോണ്ടാക്ട് സ്വിച്ച് ദാറ്റ് ഈസ് നോർമലി ഓപ്പൺ. അപ്പം നമ്മുടെ PC എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം വന്നു, നമുക്കത് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾക്ക് അത്തരത്തിലുള്ള റീസ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്വിച്ചാണ് റീസെറ്റ് സ്വിച്ച്. അതും ഒരു മൊമെൻ്ററി കോണ്ടാക്ട് സ്വിച്ചാണ്. ആ സ്വിച്ച് നമ്മളൊന്ന് പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ബോർഡ്, നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ആ ബോർഡ് റീസെറ്റ് ചെയ്യപ്പെടുകയും ഒന്നേന്ന് വീണ്ടും പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. പോസ്റ്റ് എന്ന് പറയുന്നത് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യും. ദാറ്റ് മീൻസ് നമ്മുടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? റീസ്റ്റാർട്ട് ചെയ്ത് വരും. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സ്വിച്ചാണ് റീസെറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ PCയുടെ ഫ്രണ്ട് സൈഡിൽ കാണാൻ കഴിയുന്ന വേറൊരു ജാക്കാണ് ഓഡിയോ ജാക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹെഡ്സെറ്റൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന പോർട്ട്, അതിനെയാണ് നമ്മൾ ഓഡിയോ ജാക്ക് എന്ന് പറയുന്നത്. എ സോക്കറ്റ് ഫോർ പ്ലഗിങ് ഇൻ ആൻ ഓഡിയോ സോഴ്സ്. Audio jacks are found on many types of audio equipment and musical instrument.
ദാറ്റ് അക്സെപ്റ്റ് എക്സ്റ്റേണൽ സൗണ്ട് സോഴ്സ്. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് സൗണ്ട് സോഴ്സിൽ നിന്നൊരു ഇൻപുട്ട് കൊടുക്കാനും അതേപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഔട്ട്പുട്ട്, ഒരു സൗണ്ട് ഔട്ട്പുട്ട് പുറത്തേക്ക് വേറെ ഡിവൈസുകളിലേക്ക് കൊടുക്കാനുമൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ചില പോർട്ടുകൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് സൈഡിലും ഇതേ തരത്തിലുള്ള പോർട്ടുകൾ ഉണ്ടാവും. എന്നാൽ നമുക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാനും ഒക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് വീണ്ടും ഈ പോർട്ടുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഓഡിയോ ജാക്ക് പോർട്ടുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് കാണാൻ കഴിയും. അതേപോലെ തന്നെ USB പോർട്ടുകളും ഒക്കെ കാണാൻ കഴിയും. നിങ്ങളവിടെ 2 ഇൻഡിക്കേറ്ററുകളാണ് സാധാരണഗതിയിൽ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ഒരു പവർ ഇൻഡിക്കേറ്റർ എന്ന് പറയും. നമ്മുടെ കമ്പ്യൂട്ടർ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഇൻഡിക്കേറ്റർ നമുക്ക് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അതായത് ആ ഇൻഡിക്കേറ്റർ എന്താണ് കാണിക്കുന്നത്? നമ്മുടെ ഡിവൈസ് പവർ ഓൺ ആണ് എന്നുള്ളതാണ്. ഇനി ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ആക്ടിവിറ്റി ഇൻഡിക്കേറ്റർ ഉണ്ട്. അതായത് നമ്മുടെ ഹാർഡ് ഡിസ്കിനകത്തുനിന്ന് എന്തെങ്കിലും ഡേറ്റയൊക്കെ എടുക്കുന്നുണ്ടോ ആ സമയത്ത് ആ ഓപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററും കൂടി അതിനകത്തുണ്ടാവും. ഇത്തരത്തിലുള്ള 2 ഇൻഡിക്കേറ്ററുകളാണ് നമ്മൾ സാധാരണഗതിയിൽ ഫ്രണ്ടിൽ കാണുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ കാണപ്പെടുന്ന കണക്റ്റേഴ്സിനെ കുറിച്ച് നോക്കാം. നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് സൈഡിൽ വിവിധ തരത്തിലുള്ള പോർട്ടുകൾ കാണപ്പെടുന്നുണ്ട്. ഈ പോർട്ടുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പുറകുവശത്ത് കാണപ്പെടുന്ന ഒരു കണക്ടറാണ് PS2 പോർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഫിഗറിൽ കാണുന്ന ആ 2 PS2 പോർട്ടുകൾ സാധാരണഗതിയിൽ കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കുണ്ടാവാം. ഇവയെ ഒരു 6 പിൻ മിനി DIN കണക്ടറാണ്. എന്താണ് DIN കണക്ടർ എന്ന് ചോദിച്ചാൽ ഒരു സ്റ്റാൻഡേർഡാണ്. അതായത് ഒരു കണക്ടറിൻ്റെ ഒരു ജർമ്മൻ സ്റ്റാൻഡേർഡൈസേഷൻ വഴിയുള്ള ഒരു നെയിമാണ് DIN എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള 6 പിന്നുള്ള ഒരു DIN കണക്ടറാണ് ഏതെന്ന് പറയുന്നത് PS2 പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കണക്ടർ ഞാൻ ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇത് സാധാരണഗതിയിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് കീബോർഡുകളും മൗസുകളും കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കീബോർഡുകളും മൗസുകളും ഒക്കെ USB ആയിട്ട് വരുന്നതിനാൽ ഇത്തരത്തിലുള്ള പോർട്ടുകൾ നമ്മൾ ഉപയോഗിക്കാറില്ല. പക്ഷേ നമ്മൾ സാധാരണഗതിയിലുള്ള PS2 പോർട്ടുകൾ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. പഴയ കാലത്തുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇതിൽ ആ നീല ടൈപ്പിലുള്ള കണക്ടറിലേക്ക് നമ്മൾ കീബോർഡ് കണക്ട് ചെയ്യുകയും പച്ച ടൈപ്പിലുള്ള കണക്ടറിലേക്ക് നമ്മൾ മൗസ് കണക്ട് ചെയ്യുകയും ചെയ്യും. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് സൈഡിൽ കാണപ്പെടുന്ന വേറൊരു കണക്ടറാണ് പാരലൽ പോർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഫിഗറിൽ കാണുന്ന തരത്തിലുള്ള പോർട്ട്. ഇതും ഓൾഡർ ടൈപ്പ് PCകളിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴുള്ള PCകളിൽ ഈ ടൈപ്പ് കണക്ടറുകൾ ഉപയോഗിക്കാറില്ല. ഇതൊരു 25 പിന്നുള്ള ഒരു കണക്ടറാണ്. ദിസ് ഇൻ്റർഫേസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്രിൻ്ററുകളും സ്കാനറുകളുമൊക്കെ പണ്ട് കാലത്ത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന 25 പിന്നുള്ള ഒരു കണക്ടറാണ് ഈ പാരലൽ പോർട്ട് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള മറ്റൊരു പോർട്ടാണ് സീരിയൽ പോർട്ട് എന്ന് പറയുന്നത്. സീരിയൽ പോർട്ട് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന മൗസുകൾ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മോഡം, പഴയ ടൈപ്പിലുള്ള പ്രിൻ്ററുകൾ ഒക്കെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടായിരുന്നു സീരിയൽ പോർട്ട്. ഇത് നമ്മൾ കോം പോർട്ട് എന്നും അല്ലെങ്കിൽ RS-232 പോർട്ട് എന്നൊക്കെ വിളിക്കും. ഇപ്പോഴും നമ്മൾ കാണപ്പെടുന്ന ഡിവൈസുകളിലൊന്നും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പോർട്ടുകളൊന്നും ഉണ്ടാവത്തില്ല. അടുത്ത ഒരു പോർട്ടാണ് VGA പോർട്ട് എന്ന് പറയുന്നത്, ദ വീഡിയോ ഗ്രാഫിക്സ് അറേ കണക്ടർ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിലുള്ള കമ്പ്യൂട്ടർ വീഡിയോ ഔട്ട്പുട്ടുകൾ എടുക്കുന്നത് ഈ പോർട്ടുകളിൽ നിന്നാണ്. അതായത് നമ്മുടെ മോണിറ്ററുകൾ പോലുള്ള ഔട്ട്പുട്ട് ഡിവൈസുകൾ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോണിറ്റർ പോലുള്ള ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നത് ഇത്തരം പോർട്ടുകളിലേക്കാണ്. ഇതിനെ നമ്മൾ വീഡിയോ ഗ്രാഫിക്സ് അറേ VGA പോർട്ട് എന്ന് പറയും. അടുത്തതായി നമ്മൾ കാണപ്പെടുന്ന ഒരു പോർട്ടാണ് USB പോർട്ട്, യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്ന് പറയുന്ന പോർട്ട്. നിങ്ങൾ മിക്കവാറുമുള്ള ഡിവൈസുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന ഒരു പോർട്ടാണ് USB പോർട്ട്. USB ഈസ് എ പ്ലഗ് ആൻഡ് പ്ലേ ഇൻ്റർഫേസ് ആണ്. നമ്മൾ ഒരു ഡിവൈസ് പ്ലഗ് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിവൈസാണ്. പ്ലഗ് ആൻഡ് പ്ലേ ഇൻ്റർഫേസ് ആണ് USB എന്ന് പറയുന്നത്. അതായത് ധാരാളം പെരിഫറൽസുമായിട്ട് കമ്പ്യൂട്ടറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പോർട്ടാണ് USB പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വലിയ റേഞ്ചിലുള്ള കീബോർഡ്, മൗസ്, മ്യൂസിക് പ്ലെയേഴ്സ്
നമ്മുടെ പെൻ ഡ്രൈവുകൾ തുടങ്ങിയവയെല്ലാം ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പോർട്ടുകളാണ്. അപ്പോൾ മിക്കവാറും ഉള്ള ഡിവൈസുകളെല്ലാം തന്നെ ഇപ്പോൾ USB പോർട്ടിൽ അവൈലബിളായി വന്നത് കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാരലൽ പോർട്ടുകളും സീരിയൽ പോർട്ടുകളും PS2 പോർട്ടുകളും ഒന്നും ഇപ്പോൾ ഉപയോഗിക്കാത്തത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെരിഫറൽസ് ഡിവൈസുകളിൽ അധികവും ഇത്തരത്തിലുള്ള പോർട്ടുകളായിട്ടാണ് വരുന്നത്, USB പോർട്ടുകളിലായാണ് വരുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഓഡിയോ പോർട്ടുകൾ കാണാൻ കഴിയും. ഒരു 3 പോർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ബ്ലൂ കളറിലുള്ളതും ഒരു പിങ്ക് കളറിലുള്ളതും ഗ്രീൻ കളറിലുള്ളതുമായിട്ടുള്ള പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ പോർട്ടുകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഗ്രീൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും ലൈൻ ഔട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ സ്പീക്കർ പോലുള്ള ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രീൻ കളർ പോർട്ട് ഉപയോഗിക്കുന്നത്. ബ്ലൂ കളർ പോർട്ട് എന്ന് പറയുന്നത് ലൈൻ ഇൻ പോർട്ടാണ്. അതായത് പുറത്തൊരു ഓഡിയോ ഡിവൈസിൽ നിന്ന് നമുക്കൊരു നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ പോർട്ടാണ് ഉപയോഗിക്കുന്നത്. പിങ്ക് കളറിലുള്ള പോർട്ടിലാണ് നമ്മുടെ മൈക്രോഫോണൊക്കെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള 3 ഓഡിയോ പോർട്ടുകൾ നമ്മുടെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് ഈ പോർട്ടുകൾ നമ്മൾ ഇതിൻ്റെ ഈ പിങ്ക് കളറിലുള്ള പോർട്ടും ഗ്രീൻ കളറിലുള്ള പോർട്ടിൻ്റെയും ഓരോ പോർട്ടാണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓഡിയോ പോർട്ടുകൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മൾ കാണപ്പെടുന്ന വേറൊരു പോർട്ടാണ് LAN പോർട്ട് എന്ന് പറയുന്നത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോർട്ടുകൾ, അല്ലെങ്കിൽ ഇതിന് RJ45 പോർട്ടുകൾ എന്നൊക്കെ പറയും. ഇത്തരത്തിലുള്ള പോർട്ടുകൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള പോർട്ടുകളാണ് ഈ LAN പോർട്ടുകൾ എന്ന് പറയുന്നത്. ഇവയെ നമ്മൾ RJ45 പോർട്ടുകൾ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ മോഡം വെച്ച് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ആ മോഡത്തിൽ നിന്ന് അല്ലെങ്കിൽ റൗട്ടറിൽ നിന്ന് ഒരു കേബിൾ, ഒരു നെറ്റ്വർക്ക് കേബിൾ എന്ന് പറയുന്ന ഒരു കേബിൾ കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ PC-യിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ പോർട്ടിലായിരിക്കും. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കിനകത്തേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ടാണ് LAN പോർട്ട് എന്ന് പറയുന്നത്. അടുത്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു പോർട്ടാണ് HDMI പോർട്ട് എന്ന് പറയുന്നത്, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. അപ്പോൾ ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള കണക്ടറാണ്, കേപ്പബിൾ ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഹൈ ക്വാളിറ്റി ഹൈ ബാൻഡ് വിഡ്ത്ത് സ്ട്രീം ഓഫ് ഓഡിയോ ആൻഡ് വീഡിയോ ബിറ്റ്വീൻ ഡിവൈസസ്. 2 ഡിവൈസുകൾ തമ്മിൽ ഓഡിയോയും വീഡിയോയും ഒക്കെ അയക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹൈ ഡെഫിനിഷൻ കേബിളാണ്, പൂർണ്ണമായും ഡിജിറ്റൽ കേബിളാണ് എന്ന് പറയുന്നത് HDMI കേബിൾ എന്ന് പറയുന്നത്. അതായത് ഒരു കേബിളിലൂടെ തന്നെ വീഡിയോ സിഗ്നലുകളും ഓഡിയോ സിഗ്നലുകളും അയക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ സാങ്കേതികവിദ്യയുടെ പ്രയോജനം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഡിസ്പ്ലേക്കൊക്കെ വേണ്ടി നമ്മുടെ മോണിറ്ററുകളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള HDMI കേബിളുകളാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിന് അകത്തുള്ള പാർട്സിനെ കുറിച്ച് നോക്കാം. കമ്പ്യൂട്ടർ നമ്മൾ കാണുന്ന CPU-നകത്ത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പാർട്ടുകൾ എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ CPU-ൽ നമ്മൾ കാണുന്ന CPU-ൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോസസ്സറാണ്, അഥവാ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നതാണ്. നമ്മുടെ കമ്പ്യൂട്ടർ ഒരു വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആ പ്രോസസ്സുകളൊക്കെ അത് ചെയ്യുന്നത് ഈ CPU എന്ന് പറയുന്ന കമ്പോണൻ്റാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതും ഒക്കെ ആരാണ്? ഈ CPU എന്ന് പറയുന്നത്, അതായത് പ്രോസസ്സർ എന്ന് പറയുന്ന കമ്പോണൻ്റാണ്. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ്. എത്രത്തോളം പവർഫുള്ളായിട്ടും അപ്ഡേറ്റഡ് ആയിട്ടുമുള്ള പ്രോസസ്സറാണോ നമ്മൾ ഉപയോഗിക്കുന്നത്,
അത്രയും ഫാസ്റ്ററായിട്ട് നമുക്ക് നമ്മുടെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പം നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് എത്രത്തോളം പവർഫുള്ളാണ്, അല്ലെങ്കിൽ എത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ്, പുതിയ പുതിയ പ്രോസസ്സറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ അത്രയും ഫാസ്റ്റായിട്ടും പവർഫുള്ളായിട്ടും നമുക്ക് നമ്മുടെ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് പ്രോസസ്സർ എന്ന് പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള കമ്പനികൾ പ്രോസസ്സേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്രോസസ്സർ മാനുഫാക്ചറിങ് കമ്പനികളാണ് നമ്മൾ കാണുന്ന ഇൻറ്റൽ, AMD അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് തുടങ്ങിയ കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോസസ്സർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ എത്രയും പവർഫുള്ളായിട്ടുള്ള പ്രോസസ്സർ യൂസ് ചെയ്യുന്നോ അത്രത്തോളം പവർഫുള്ളായിട്ട്, അത്രത്തോളം സ്പീഡി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. A motherboard is the main circuit board inside a computer that connects different parts of a computer together. അപ്പോൾ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് പലതരത്തിലുള്ള കമ്പോണൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ കമ്പോണൻറ്റുകളെയെല്ലാം പരസ്പരം കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്നത് ഈ മദർ ബോർഡ് എന്ന് പറയുന്ന കമ്പോണൻ്റാണ്. അതിനകത്ത് നമ്മുടെ CPU അതായത് പ്രോസസ്സറിന് വേണ്ടിയിട്ടുള്ള സോക്കറ്റ് ഉണ്ടാവും, RAM അതായത് മെമ്മറിക്ക് വേണ്ടിയിട്ടുള്ള സോക്കറ്റ് ഉണ്ടാവും, എക്സ്പാൻഷൻ കാർഡുകൾ പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോക്കറ്റ് ഉണ്ടാവും, ഹാർഡ് ഡ്രൈവുകളും ഡിസ്ക് ഡ്രൈവുകളും ഒക്കെ ഇൻസേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷനുകൾ ഉണ്ടാവും. അപ്പോൾ ബാക്കി നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഫ്രണ്ട് പാനലിലും ഒക്കെ മറ്റ് പല തരത്തിലുള്ള പോർട്ടുകൾ ഉണ്ടാവും അല്ലേ. ആ പോർട്ടുകളൊക്കെ പ്ലഗ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷനുകളുമെല്ലാം അടങ്ങിയ ഒരു കമ്പ്യൂട്ടറിൻ്റെ നമ്മുടെ മെയിൻ സർക്യൂട്ട് ബോർഡിനെ വിളിക്കുന്ന പേരാണ് മദർ ബോർഡ്. അപ്പോൾ ഈ മദർ ബോർഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ മദർ ബോർഡിൻ്റെ ഒരു പ്രത്യേക സോക്കറ്റ് ഉണ്ടാവും. ആ സോക്കറ്റിനകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രോസസ്സർ പ്ലഗ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മെമ്മറി, ബാക്കിയുള്ള എക്സ്പാൻഷൻ കാർഡുകൾ തുടങ്ങിയവയൊക്കെ പ്ലഗ് ചെയ്ത് വർക്ക് ചെയ്യുന്ന നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ആയിട്ടുള്ള സർക്യൂട്ട് ബോർഡിനെ വിളിക്കുന്ന പേരാണ് മദർ ബോർഡ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു മദർ ബോർഡിൻ്റെ പിക്ചറാണ്. നിങ്ങളതിനകത്ത് കാണാൻ കഴിയും, അതിനകത്ത് LGA1155 എന്ന് പറയുന്നൊരു സോക്കറ്റ് ഉണ്ട്. ആ സോക്കറ്റിനകത്തേക്കാണ് നമ്മൾ നേരത്തെ കാണുന്ന ആ പ്രോസസ്സർ പ്ലഗ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്രോസസ്സറുകളും പ്ലഗ് ചെയ്യുന്ന സോക്കറ്റുകൾ LGA1155 ആയിരിക്കത്തില്ല. അപ്പോൾ ഓരോ പ്രോസസ്സറുകൾക്കും ആ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സറുകൾക്ക് അനുസരിച്ചുള്ള സോക്കറ്റുകളുണ്ടാവും. അപ്പോൾ അതിന് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സോക്കറ്റുകൾക്കനുസരിച്ചുള്ള പ്രോസസ്സറുകളായിരിക്കും നമുക്ക് അവൈലബിൾ ആയി. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോസസ്സറിന് സ്യൂട്ട് ആവുന്ന തരത്തിലുള്ള മദർ ബോർഡ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ആ മദർ ബോർഡിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ബാക്ക് സൈഡിൽ കാണപ്പെടുന്ന കണക്റ്റേഴ്സ് നമുക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ എക്സ്പാൻഷൻ കാർഡുകൾ പ്ലഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ലോട്ടുകളാണ് നിങ്ങൾ ആ വൈറ്റ് കളറിൽ കാണുന്ന PCI സ്ലോട്ടുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് ഡീപ്പായിട്ട് പഠിക്കും. അപ്പോൾ അത്തരത്തിൽ ധാരാളം എക്സ്പാൻഷൻ കാർഡുകളുള്ള സ്ലോട്ടുകൾ, അത് കണക്ക് സാറ്റ പോർട്ടുകൾ എന്ന് പറയുന്ന പോർട്ടുകൾ, IDE പോർട്ടുകൾ, കോം പോർട്ടുകൾ, മെമ്മറി പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിം മോഡ്യൂളുകൾ, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഡിവൈസുകളും നമ്മൾ ഇതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇവയെല്ലാം തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വർക്ക് ചെയ്യിക്കുന്ന ആ മെയിൻ കമ്പോണൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, മദർ ബോർഡ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് പറയുന്നത് RAM എന്ന് പറയുന്ന കമ്പോണൻറ്റിനെ കുറിച്ചാണ്. RAM എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയും. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഈ റാൻഡം ആക്സസ് മെമ്മറിയിലാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഷോർട്ട് ടൈം സ്റ്റോറേജ് ആണെന്ന് നമുക്ക് പറയാം. ഇറ്റ് സ്റ്റോർസ് ദ ഇൻഫർമേഷൻ യുവർ കമ്പ്യൂട്ടർ ഈസ് ആക്റ്റീവ്ലി യൂസിങ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ആക്സസ്ഡ് ക്വിക്ക്ലി. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഹാർഡ് ഡിസ്കിലോ പെൻ ഡ്രൈവിലോ അങ്ങനെയൊക്കെയുള്ള മെമ്മറികളിൽ നിന്നുള്ള ഡേറ്റ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച്, നമ്മുടെ പ്രോസസ്സിനനുസരിച്ച് നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് വരും. ആ മെയിൻ മെമ്മറിയിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിനെ ക്വിക്ക്ലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അത്തരത്തിലുള്ള ഹൈ സ്പീഡിലുള്ള ഒരു മെമ്മറിയാണ് എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഒരേ സമയം ചെയ്യുന്നതാണ് എങ്കിൽ നമുക്ക് എന്ത് വേണം, കൂടുതലായിട്ടുള്ള പ്രൈമറി മെമ്മറി വേണം. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോസസ്സറിൻ്റെ കേപ്പബിലിറ്റിയെ പോലെ തന്നെ ആ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന സ്പീഡിനെ
ബാധിക്കുന്ന ഒരു ഘടകമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റാൻഡം ആക്സസ് മെമ്മറിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ പ്രൈമറി മെമ്മറി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ കൂടുതൽ എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള മെമ്മറികൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് നമ്മൾ വിളിക്കുന്നത് DDR-SD RAM എന്നാണ്. അതിനുശേഷം DDR2 SD RAM വന്നു, പിന്നെ DDR3 SD RAM വന്നു, പിന്നെ DDR4 SD RAM വന്നു. അപ്പോൾ നമ്മുടെ മദർ ബോർഡിൻ്റെയും പ്രോസസ്സറിൻ്റെയും ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിനോടൊപ്പം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈ സ്പീഡിലുള്ള മെമ്മറികൾ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് DDR4 SD RAM ആണ്. അതായത് ഡബിൾ ഡേറ്റ റേറ്റ് 4th SD RAM ആണ് നമുക്കിപ്പോൾ ഹൈ സ്പീഡിൽ. അതായത് ആ മെമ്മറികളുടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫ്രീക്വൻസി കൂടും, അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് കൂടുതലായിരിക്കും. ഇതാണ് റാമിൻ്റെ വിവിധ തരത്തിലുള്ള ടൈപ്പുകളെന്ന് പറയുന്നത്. അടുത്ത ഒരു കമ്പോണൻ്റാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സ്റ്റോറേജ് ഡിവൈസ് ഇൻ ദ കമ്പ്യൂട്ടറാണ്. അതായത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ മെയിനായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ, അതായത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമറി മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് റാം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു വോളറ്റൈൽ മെമ്മറിയാണ് എന്ന് പറയാം. അതായത് പവർ ഉണ്ടായിരിക്കുമ്പോൾ മാത്രമേ അതിനകത്ത് ഡേറ്റ ഉണ്ടാകത്തുള്ളൂ. പവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രൈമറി മെമ്മറിയിലേക്ക് എടുക്കുന്നത്. അത് ക്വിക്ക്ലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൈമറി മെമ്മറി ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടൻ്റൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന അതിന് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ സ്റ്റോറേജ് എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മളൊരു ജോബ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി നമ്മെ സഹായിക്കുന്ന പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ് ഒക്കെ പോലുള്ള സാധനങ്ങൾ, ഇത് നമ്മൾ ഓരോ തവണ ഓൺ ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുന്നതാണോ? അല്ല, അത് അവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതാണ്. അതിനകത്ത് നമ്മൾ ഇൻസ്റ്റലേഷൻ എന്ന് പറയും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് വച്ചിരിക്കുന്നത് നമ്മുടെ ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്കുകളിലാണ്. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളും പ്രോഗ്രാമുകളുമൊക്കെ നമ്മൾ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്കുകളും നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് പല ടൈപ്പിലുള്ള ഹാർഡ് ഡിസ്കുകളുണ്ട്. പാരലൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ടൈപ്പിലുള്ള പാറ്റ ടൈപ്പ് ഹാർഡ് ഡിസ്കുകളുണ്ട്. സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന സീരിയൽ ATA സാറ്റ ടൈപ്പിലുള്ളതുണ്ട്. സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ് എന്ന് പറയുന്ന SCSI ടൈപ്പിലുള്ളതുണ്ട്. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് SSD ഉണ്ട്, NVM എക്സ്പ്രസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വരുന്ന കമ്പ്യൂട്ടറുകളിലൊക്കെ അധികവും സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്, അതായത് SSDയും NVM എക്സ്പ്രസ് ഡ്രൈവുകളുമൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവൈസാണ് SMPS എന്ന് പറയുന്നത്. SMPS സ്റ്റാൻഡ്സ് ഫോർ സ്വിച്ച് മോഡ് പവർ സപ്ലൈ. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള പലതരത്തിലുള്ള കമ്പോണൻറ്റുകളെ വർക്ക് ചെയ്യാൻ വേണ്ടി പവർ കൊടുത്ത് സഹായിക്കുന്ന ഡിവൈസാണ് SMPS എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വാൾ വോൾട്ടേജ്, അതായത് AC പവറിനെ ലോവർ വോൾട്ടേജ് DC പവറാക്കി മാറ്റി നമ്മുടെ ഡിവൈസസിനെ വർക്ക് ചെയ്യിക്കുന്നത് ഈ SMPS എന്ന് പറയുന്ന സ്വിച്ച് മോഡ് പവർ സപ്ലൈ ആണ്. The term SMPS is defined as when the power supply is involved with the switching regulator to change the electrical power from one form to another form. ഒരു സ്വിച്ചിങ് റെഗുലേറ്റർ വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് ഓരോ ആവശ്യങ്ങൾക്കും വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പവറിനെ, ഇപ്പം നമുക്ക് ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യുന്നതിന് ഒരു പവറായിരിക്കും ആവശ്യമായിട്ടുള്ളത്. അപ്പം നമ്മൾ സാധാരണഗതിയിലുള്ള പവർ സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ AC വോൾട്ടേജിന് ഒരു പർട്ടിക്കുലർ DC വോൾട്ടേജ് ആക്കി മാറ്റുന്ന തരത്തിലുള്ള പവർ സപ്ലൈ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ അഡാപ്റ്റർ ആയിരുന്നാലും ഒക്കെ. എന്നാൽ അങ്ങനെയുള്ള ഒരു പവർ സപ്ലൈ അല്ല നമുക്ക് കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ട് വരുന്നത്. അതായത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകളിൽ
പല ഡിവൈസുകൾക്കും പല തരത്തിലുള്ള പവറുകളാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ മദർ ബോർഡിലേക്ക് കൊടുക്കേണ്ട പവർ ഒരു തരത്തിലുള്ളതായിരിക്കും, ഹാർഡ് ഡിസ്കിലേക്ക് കൊടുക്കേണ്ടത് വേറൊരു തരത്തിലുള്ള പവർ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പല ക്യാരക്ടറിസ്റ്റിക്സിലുള്ള പവറുകളെ ഒരു സ്വിച്ചിങ് റെഗുലേറ്റർ വെച്ച് ഉണ്ടാക്കുന്ന ഒരു പവർ സപ്ലൈ, അതാണ് SMPS, സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫിഗറിൽ തന്നെ കാണാൻ കഴിയും, അതിനകത്ത് പല തരത്തിലുള്ള പവർ കണക്ടറുകൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ആ പവർ കണക്ടറുകളിൽ ഓരോന്നിലും പല തരത്തിലുള്ള പവർ, പല ക്യാരക്ടറിസ്റ്റിക്സിലുള്ള പവർ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഓരോ തരത്തിലുള്ള പവറും ഉപയോഗിക്കത്തക്ക വിധത്തിൽ, ആ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള പവറുകൾ ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പവർ സപ്ലൈ ആണ് സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ SMPSൽ പല തരത്തിലുള്ള കണക്റ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന 24 പിന്നിൻ്റെ ഒരു കണക്ടർ, അതാണ് നിങ്ങൾ ആദ്യം കാണുന്നത്. അത് നമ്മുടെ മദർ ബോർഡിലേക്ക് പവർ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടൊരു PCIe കണക്ടർ എന്ന് പറയുന്ന ഒരു കണക്ടർ SMPSൽ നിന്നുണ്ടാവാറുണ്ട്. ഇത് സാധാരണഗതിയിൽ നമ്മൾ ഗ്രാഫിക്സ് കാർഡുകളൊക്കെ പോലുള്ള അഡീഷണൽ കാർഡുകളിൽ ചില കാർഡുകൾക്ക് പവർ സപ്ലൈ വേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള കാർഡുകളിലേക്ക് പവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ PCIe കണക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് സാറ്റ കണക്റ്റേഴ്സ് എന്ന് പറയുന്നത്. സാറ്റ കണക്റ്റേഴ്സ് ഉപയോഗിക്കുന്നത് ഹാർഡ് ഡിസ്കുകളിലേക്ക് പവർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണക്റ്റേഴ്സാണ്. അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കുകളിലോ അതേപോലെ തന്നെയുള്ള DVD ഡ്രൈവുകളൊക്കെ പോലുള്ള ഇതിലേക്ക് പവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാറ്റ കണക്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാണുന്നത് ഫ്ലോപ്പി കണക്റ്റേഴ്സാണ്. ഫ്ലോപ്പി ഡ്രൈവുകളിലേക്ക് പവർ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനി നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മദർ ബോർഡുകളിൽ ഉപയോഗിക്കുന്ന ഒരു പവർ കണക്ടറാണ് നിങ്ങൾ അടുത്തതായിട്ട് കാണുന്ന P4MB പവർ സപ്ലൈ കണക്ടറുകൾ എന്ന് പറയുന്നത്. പിന്നെ 4 പിൻ മോളക്സ് കണക്റ്റേഴ്സ് എന്ന് പറയുന്ന പവർ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ സാറ്റ ടൈപ്പിലുള്ള ഹാർഡ് ഡിസ്കുകൾ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഹാർഡ് ഡിസ്കുകളിലേക്ക് പവർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് പിന്നീട് പഠിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് SMPSൽ പല തരത്തിലുള്ള കണക്റ്റേഴ്സിൽ പല ക്യാരക്ടറിസ്റ്റിക്സിലുള്ള പവറാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പവറുകളും ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു പവർ സപ്ലൈ ഡിവൈസ് ആണ് സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് പറയുന്ന SMPS. ഇനി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ചില അഡീഷണൽ ആയിട്ടുള്ള സർക്യൂട്ടുകൾ, ചില കാർഡുകളെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു മദർ ബോർഡ് എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ബോർഡിനകത്തേക്ക് ചില പ്രത്യേക പർപ്പസുകൾക്ക് വേണ്ടി, അതിനകത്ത് നമ്മൾ പറഞ്ഞു ആ PCI സ്ലോട്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ PCI സ്ലോട്ടുകളിലോട്ടൊക്കെ ചില കാർഡുകൾ പ്ലഗ് ചെയ്ത് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അത്തരത്തിലുള്ള ആദ്യത്തെ ഒരു കാർഡാണ് ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത്. ദ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് GPU, അതിനെയാണ് നമ്മൾ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത്. അതൊരു സ്പെഷ്യലൈസ്ഡ് ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ദാറ്റ് ആക്സിലറേറ്റ്സ് ദ ക്രിയേഷൻ ഓഫ് റെൻഡറിങ് ഓഫ് ഇമേജ്, വീഡിയോ ആൻഡ് ആനിമേഷൻ. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൽ സാധാരണഗതിയിലുള്ള ഒരു ഡിസ്പ്ലേ കാണും. എന്നാൽ അനിമേഷനോ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ പർപ്പസുകൾക്കോ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇവയുടെ കേപ്പബിലിറ്റി കുറവാണ്. അതുകൊണ്ട് ഹൈ പെർഫോമൻസ് കിട്ടത്തക്ക വിധത്തിൽ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഗ്രാഫിക്കൽ കാർഡുകൾ ഉപയോഗിക്കും. ഇത് നമ്മുടെ PCI സ്ലോട്ടിലോ PCI എക്സ്പ്രസ് സ്ലോട്ടിലോ ഒക്കെ പ്ലഗ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്താൽ, അപ്പം നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഗ്രാഫിക്സ് ഉപയോഗിക്കുന്നതിന് പകരം ഈ കാർഡ് പ്ലഗ് ചെയ്ത് ഈ കാർഡിൻ്റെ ഗ്രാഫിക്സ് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പെർഫോമൻസിലുള്ള ഗ്രാഫിക്സ് അവൈലബിൾ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നത്, നമ്മൾ നോർമലി നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഒരു സൗണ്ട് പോർട്ട് ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൗണ്ട് കേൾക്കുകയും ഇൻപുട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതിനകത്തൊരു സൗണ്ട് കാർഡ് എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിക്കും. അതായത് സ്പീക്കറും അതേപോലുള്ള ഡിവൈസുകളെല്ലാം അതുമായിട്ട് കണക്ട് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു കാർഡാണ് സൗണ്ട് കാർഡ് എന്ന് പറയുന്നത്. അതിന് നമ്മുടെ മദർ ബോർഡിൽ ഓൺ ബോർഡായിട്ട് കിട്ടുന്ന സൗണ്ടിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൗണ്ട് കാർഡ് എന്ന് പറയുന്ന എക്സ്പാൻഷൻ കാർഡുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത ഒരു എക്സ്പാൻഷൻ കാർഡാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് അലൗസ് എ ഡിവൈസ് ടു നെറ്റ്വർക്ക് വിത്ത് അതർ ഡിവൈസസ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഒരു
RJ45 കണക്ടർ, അതായത് നെറ്റ്വർക്ക് പോർട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടാവും. പക്ഷേ ചില സമയത്ത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്ക് കേബിളുകൾ വരേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. അതായത് ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകളിലേക്കൊക്കെ കണക്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്ന അവസ്ഥ ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലുള്ള ഒരു കണക്ടർ കൊണ്ട് നമുക്കിത് കഴിയില്ല. അപ്പോൾ നമ്മൾ അഡീഷണലായിട്ട് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ കാർഡിനെ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഈ കാർഡ് നമുക്ക് അഡീഷണലായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അടുത്ത ഒരു എക്സ്പാൻഷൻ കാർഡാണ് TV ട്യൂണർ കാർഡ് എന്ന് പറയുന്നത്. A TV tuner card is a kind of television tuner that allows television signals to be received by a computer. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ടെലിവിഷനും നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടിൻ്റെയും ഡിസ്പ്ലേ സംവിധാനമൊക്കെ ഒരേ കണക്കിന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ മോണിറ്ററിൽ ഇല്ലാത്ത ഒരു സംഗതി കൂടി നമ്മുടെ ടി വിയിലുണ്ടാവും. ദാറ്റ് ഈസ് നമ്മുടെ TV ട്യൂണർ കാർഡ് എന്ന് പറയും. അതായത് അതിനകത്തുനിന്ന് വരുന്ന സിഗ്നലുകളെ വേർതിരിച്ച് നമ്മളെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു കാർഡ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും ഈ സംവിധാനം നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ കാർഡാണ് ആ TV ട്യൂണർ. അതായത് TV സിഗ്നൽസ് റിസീവ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പാൻഷൻ കാർഡാണ് TV ട്യൂണർ കാർഡ് എന്ന് പറയുന്നത്.